അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ എൻ്റെ രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പുണ്യങ്ങളുടെ വസന്തമാണ്. ചെറുതും വലുതുമായ നന്മകൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്തു പൂർത്തിയാക്കാൻ അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ള സുന്ദരമായ ഒരു അവസരം. അതിൻ്റെ പാതി ഭാഗം പൂർത്തിയായി എന്നത് സന്തോഷത്തേക്കാൾ ഉപരി ഒരു നേരിയ വിഷമത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഓർക്കേണ്ടത്. കാരണം അതിൻ്റെ പൂർണ്ണമായ സംതൃപ്തിയോടു കൂടി പ്രവാചകൻ പഠിപ്പിച്ച എല്ലാവിധ സന്തോഷത്തോടും കൂടി ഈ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ദുർബലരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കൂ. നമ്മുടെ ദുർബലത അറിയുന്ന റഹ്മാനായ റബ്ബ് നമുക്ക് ഏറെ പുറത്തു നൽകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, നമ്മെ അവൻ പരിഗണിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങളെയൊക്കെ വലിയ മഹത്വമുള്ളതാക്കി അള്ളാഹു പരിഗണിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളും സഹോദരി സഹോദരങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അത് അള്ളാഹു കബൂൽ ചെയ്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ക്ലാസ് ആണല്ലോ അല്ലേ? റമദാൻ വിജ്ഞാനവേദി ക്ലാസ്സാണ്. പ്രസംഗം എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ കേൾക്കുന്നത് പോലെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് കുടുംബസമേതം ഇരിക്കണം, ഒന്നിച്ചിരിക്കുക എന്നതാണ് ആഗ്രഹം. അതിലേക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളെ എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഏകദേശം ഒരു 40-50 മിനിറ്റ് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ആത്മവിശ്വാസവും ആത്മധൈര്യവും നമുക്ക് നൽകും അല്ലേ? ദീർഘമായൊരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത് അവിടെ നമ്മെ സഹായിക്കാൻ നമ്മുടെ ബന്ധുക്കളോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഉണ്ട് എന്ന് വിചാരിക്കാം. അത് വലിയ ആശ്വാസമാണ്, നമ്മൾ വലിയ പ്രതീക്ഷയാണ്. എന്നാൽ ഈ മാതാപിതാക്കൾക്ക് തന്നെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് തന്നെ
അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർക്ക് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാകാൻ സാധിക്കുകയില്ല എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് പരിഹരിച്ചു തരാനും സാധിക്കുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ നമ്മെ സദാസമയം കാണുകയും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസ്വീർ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കണ്ടറിയുന്നവനാകുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. ബസ്വീർ, റഹ്മാനായ റബ്ബ് നോക്കിക്കൊണ്ടിരിക്കാൻ, നമ്മെ കേട്ടുകൊണ്ടിരിക്കാൻ, നമ്മുടെ എല്ലാ ചലനങ്ങളും അല്ല, മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരങ്ങൾ വരെ റഹ്മാനായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സസൂക്ഷ്മമായി നമ്മെ അറിയുന്ന ഒരു റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യം. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരി, എങ്കിൽ സത്യവിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പരിഗണിക്കപ്പെടുന്ന, നമ്മുടെ ചലനങ്ങൾ സന്തോഷത്തോടു കൂടി കാണുന്ന, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സംസാരങ്ങളെ സാഗൂതം വീക്ഷിക്കുന്ന, നമുക്ക് ഉത്തരം നൽകണമെന്നും നമ്മെ സഹായിക്കണമെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ അത്രമാത്രം ക്വാളിറ്റിയുള്ള ആളുകൾ നമ്മൾ ആയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അല്ലേ? നമ്മുടെ മേലുദ്യോഗസ്ഥനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കീഴുദ്യോഗസ്ഥൻ ചെയ്യുന്ന കാര്യം എന്താ? ഏൽപ്പിച്ച ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തോഷവും സംതൃപ്തിയും പ്രാർത്ഥനയും കിട്ടാൻ മക്കൾ എന്താ ചെയ്യുക? ആ ഉപ്പയെയും ഉമ്മയെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. എന്നാൽ റഹ്മാനായ റബ്ബിനെ സംതൃപ്തിപ്പെടുത്തി ആ അള്ളാഹുവിന് നമ്മൾ നിന്ന് സംതൃപ്തി കിട്ടിയത് കൊണ്ട് വല്ല മെച്ചവും ഉണ്ടോ? ഇല്ല. അതിൻ്റെ പൂർണ്ണമായ തൃപ്തിയും പ്രതിഫലവും നമുക്ക് തന്നെയാണ്. എങ്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ, വഹുവ മഅക്കും, ബാക്കി എന്താ? ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ഗുണങ്ങളും വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് 3 എണ്ണമായി നമുക്ക് പ്രത്യേകമായി കാണുവാൻ പറ്റും. ആരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക? ഒന്ന്, വ അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹു ഈമാനുള്ളവരുടെ കൂടെയാണ് ഉണ്ടാവുക. കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള തൗഹീദുള്ളവനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. തൻ്റെ ജീവിതത്തിലെ ഏതൊരു ചെറിയ കാര്യവും അവൻ അള്ളാഹുവിനോട് ചോദിക്കും. ഏതൊരു ചെറിയ വിഷമവും അള്ളാഹുവിനോടെ അവൻ പറയൂ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ സകല സുരക്ഷയും നൽകാൻ അള്ളാഹു മാത്രമാണുള്ളത്. ആ റഹ്മാനായ റബ്ബിൽ ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. എല്ലാ ഖൈറും അള്ളാഹുവിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എനിക്ക് ഷർറെന്ന് തോന്നുന്ന എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അത് രോഗമാവാം, പ്രയാസങ്ങളാവാം, ബുദ്ധിമുട്ട്, ഏതും നമുക്ക് ഷർറാണെന്ന് തോന്നും. പക്ഷെ അതെനിക്ക് ഖൈറാൻ, അള്ളാഹ് തന്നതാണ്. എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹ് തന്നതാണത്. റഹ്മാനായ റബ്ബാണ് എനിക്കത് തന്നത്. ഈ ദാരിദ്ര്യം എനിക്ക് റഹ്മാനായ റബ്ബ് തന്നതാണ്. ഈ കുറയാതെ ഉയർന്നു നിൽക്കുന്ന ഷുഗർ, ഈ പ്രഷർ, ഈ രോഗം അള്ളാഹ് തന്നതാണ്. എൻ്റെ റഹ്മാനായ റബ്ബ് തന്നതാണ്. ആ റഹ്മാനായ റബ്ബ് തന്നതാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവന്റെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞ ഒറ്റവാചകത്തിൽ നിരാശയില്ലാത്ത മുഅ്മിനിനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നർത്ഥം. എപ്പോഴാണ് നിരാശ വരിക? പരീക്ഷണം വരുമ്പോഴാ.
പ്രതിസന്ധികൾ വരുമ്പോഴാ, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാ, മക്കളൊരു ചോദ്യചിഹ്നമായി മാറുമ്പോഴാ നമ്മളെ മനസ്സിൽ വല്ലാത്ത വിഷമുണ്ടാവും. ഹേയ് റബ്ബേ, എന്തിപ്പോ ഇങ്ങനെയൊക്കെ ആകാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു അല്ലേ? അത് നിരാശയാണ്. ആ നിരാശയില്ല എനിക്ക്, ഇതെനിക്ക് അല്ലാഹ് തന്നതാണ്, എൻ്റെ റബ്ബാണ് എനിക്ക് തന്നത്. അവൻ എന്നെ കൊണ്ട് ഖൈർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഖൈർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, അവരിൽ ഞാൻ പങ്കു ചേർക്കുകയില്ല. അവനേക്കാൾ ഒരു രക്ഷാധികാരിയായി വേറെ ഒരാളെയും ഞാൻ സ്വീകരിക്കുകയില്ല. അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. റഹ്മാനെ, നീയാണ് ഇഹലോകത്തും പരലോകത്തും വലിയായിട്ടുള്ളവൻ, രക്ഷാധികാരിയായിട്ടുള്ളവൻ. ഈ വിശ്വാസമുള്ള ആളുകളുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. രണ്ടാമത് ആരുടെ കൂടെ അള്ളാഹ് ഉണ്ടാകുക? റഹ്മാനായ റബ്ബ് പറയാം, വത്തഖുല്ലാഹ്. ആ അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ റഹ്മാനായ റബ്ബ് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണം. അത് ഇബാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, മുആമലാത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും, ഇടപാടുകളിലെ എല്ലാ വിഷയങ്ങളിലും, ജോലിയിലും സംസാരത്തിലും ഇടപാടുകളിലും വിവാഹത്തിലും ഇങ്ങനെ തുടങ്ങി ഞാനും നിങ്ങളും പുലർന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൽ തഖ്വയോട് കൂടി കൂലി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കാം. എങ്കിൽ അള്ളാഹ് പറഞ്ഞു, നീ അറിഞ്ഞോ, വഅലമൂ, നീ അറിയണം കേട്ടോ, അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അള്ളാഹു ഇങ്ങനെ തഖ്വയോട് കൂടി ജീവിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. ഇങ്ങനെ മൂന്നാമതൊരു ഗുണം കൂടി റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. തഖ്വയുള്ള ആളുകളുടെ തീർച്ചയായും അവരുടെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ടാകും. എന്നിട്ട് അല്ലാഹ് പറയാ, വല്ലദീനഹും മുഹ്സിനൂൻ. തീർച്ചയായും അവർ ഇഹ്സാൻ ഉള്ളവർ ആയിരിക്കും, മുഹ്സിനീങ്ങളായിരിക്കും, സുകൃതം ചെയ്യുന്നവർ ആയിരിക്കും എന്നാണ്. എന്താണ് സുകൃതം കൊണ്ട് ഉദ്ദേശിച്ചത്? തങ്ങളെ കൊണ്ട് അടുത്തൊരു തലമുറക്ക്, തൊട്ടടുത്ത ഒരാൾക്ക് കൂടുതൽ നന്മ ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാന്നില്ല തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നു, മദ്രസ ഉണ്ടാക്കുന്നു, അനാഥക്ക് ജീവിക്കാനുള്ള മഈശത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു, വിധവയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പുതിയ പ്രഭാതം അത് വിശ്വാസികൾക്കും ഓരോ മനുഷ്യർക്കും സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഗുണം കിട്ടുന്ന ഇഹ്സാനുകൾ ധാരാളമായി ചെയ്യുക എന്നതാണ്. അതിൽ സ്വതക്ക പെടും, അതിൽ സകാത്ത് പെടും. അങ്ങനെ തുടങ്ങി ഒരു മുഹ്സിനായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നതും റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 15 ദിവസത്തിലേക്ക് ഇങ്ങനെ പോവാ അല്ലേ? എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാൻ മുഅ്മിനാണോ, ഞാൻ മുത്തഖിയാണോ, ഞാൻ മുഹ്സിനാണോ? ഈ 3 ഗുണവിശേഷണങ്ങൾ ഉള്ളവന്റെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന്. അവന്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ഈ 3 ഗുണങ്ങളും നേടിയെടുക്കാൻ ഏറെ അനുഗ്രഹീതമായൊരു മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ടുന്ന കാര്യം, ഈ 3 ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇബാദത്തിൽ നിഷ്ഠയുണ്ടോ? ഖുർആനുമായി ബന്ധമുണ്ടോ? സ്വതക്കയുണ്ടോ? അല്ലേ? പള്ളിക്കാണ് കയറി ചെന്നാൽ നമുക്ക് സ്വതക്ക കൊടുത്തേ പറ്റൂ, അത്ര നിർബന്ധിത അവസ്ഥ ഉണ്ട് അല്ലേ? ഏതൊരു പള്ളിയിലും 5 വക്തിനും പിരിവ. പക്ഷെ അതൊരു വിഷമായിട്ട് തോന്നിയോ? നമ്മൾ മുഹ്സിനല്ല, നമ്മൾ ഇഹ്സാനുള്ളവരല്ല, മറിച്ച് ആ ബംഗാളിൽ നിന്നാണല്ലോ ഈ സാധു, ജാർഖണ്ഡിൽ നിന്നാണല്ലോ ഒരു അറബി കോളേജിന്റെ പേരും പറഞ്ഞു വന്ന്, അവിടെ അല്ലാഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്ന്. ശരിയായിരിക്കാം, ചിലപ്പോൾ അത് മുഴുവൻ അവിടെ എത്തിക്കൊള്ളുന്നൊന്നുമില്ല, ചിലപ്പോൾ നമ്മളെ അവർ പറ്റിച്ചേക്കാം. പക്ഷേ ആ പള്ളിയിൽ വന്ന ആ മനുഷ്യന് നമ്മൾ ബാഹ്യമായി ഒന്ന് തൃപ്തിപ്പെട്ടു നോക്ക്. ഇഖ്ലാസോ, നിങ്ങളൊന്നും കൊടുക്കണ്ട, നല്ലൊരു വാക്കെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹ് സ്വീകരിക്കും. പക്ഷേ അവിടെ ഒരു മടുപ്പിന്റെയോ വെറുപ്പിന്റെയോ ഉണ്ടോ? അല്ലേ? മിനി ഊട്ടിയിൽ നമ്മളെ ജാമിഅ അൽ ഹിന്ദിന്റെ കലക്ഷൻ പറയുമ്പോൾ, നമ്മുടെ ദഅവ ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ, നമ്മുടെ പള്ളിയിൽ ഒരു ചെരുണ്ടാക്കണം, മദ്രസ കുട്ടിയൊക്കെ ഡെസ്കും ബെഞ്ചും ഇല്ല, ഹേയ് റമദാനാണ് വരാൻ നിൽക്കായിരുന്നു നിങ്ങള് എന്ന് ചോദിക്കുന്ന ഒരു മനസ്സ്, ചിലപ്പോൾ ചോദിക്കൂല, മനസ്സുണ്ടോ? അത് പ്രശ്നമാണ്. അപ്പൊ നമുക്ക് മുഹ്സിനാകാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ മുത്തഖിയായിട്ടുണ്ടാവും, നിസ്കാരത്തിലൊക്കെ നല്ല ചിട്ടല്ല ആളുകളായിട്ടുണ്ടാവും,
ചിലപ്പോൾ നമ്മള് മുഅ്മിനായിട്ടുണ്ടാവും, ശിർക്കൊന്നും ഉണ്ടാവില്ല. ഈ 3 ഗുണം ചേരുമ്പോൾ എന്തൊരു സുന്ദരമായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഈ റമളാനിനെ പൂർണ്ണ മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി ഈമാനൻ വഹ്തിസാബാന, അല്ലെ, ഈമാനും വേണം, വഹ്തിസാബും വേണം, കൂലി കിട്ടണം എന്നുള്ള പൂതിയും വേണം. ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇന്ന് ഇതിനോട് ചേർത്ത് നമ്മൾ മനമൊരുക്കി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഈ കുടുംബം യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ചൊരു കാര്യമാണ് കുടുംബം. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടാൻ, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം തകിടം മറി. സത്യല്ലേ? എല്ലാം തകിടം മറി. വീട്ടിലുള്ള സമാധാനം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകിടം മറിയുന്നു മാത്രമല്ല, പിന്നെ ജീവിതം തന്നെ ഒരു ചടങ്ങായി മാറും. വീട്ടിൽ ഇങ്ങനെ വരും, ഡ്രസ്സ് ഊരി വെക്കും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ഒരു പ്രസന്നതയോ ഒരു സന്തോഷമോ ഒരു ആഹ്ലാദമോ ഒരു സംതൃപ്തിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു സ്വാഭാവികമായും അതിനൊരു പരിഹാരം നിശ്ചയിക്കുമല്ലോ. റഹ്മാനായ റബ്ബ് പറഞ്ഞ പരിഹാരം എന്താ അറിയോ? നീ പള്ളിയിലെ ഇബാദത്തിൽ നിഷ്ഠയുള്ളവനാണെന്ന പോലെ തന്നെ, നീ നിന്റെ സക്കാത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ളവനാണെന്ന പോലെ തന്നെ, നിന്റെ നാട്ടിലെ ആളുകളോട് ഏറ്റവും മാന്യമായി പെരുമാറണം എന്ന് നീ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അല്ല, അതിനേക്കാൾ ഉപരി നീ നിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം, നിന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കണം, നിന്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കണം, മക്കളെ കുറിച്ച് ചിന്തിക്കണം, ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കണം, മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് ആ ചിന്ത? ആ ചിന്ത ഒറ്റ വരിയിൽ അല്ലാഹു പറഞ്ഞു, അവർ നിന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന ചിന്തയാണ്. ഇവരെല്ലാവരും എൻ്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവണം. എൻ്റെ കാക്ക ഉണ്ടാവണം, എൻ്റെ അനുജൻ ഉണ്ടാവണം, എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ ഉണ്ടാവണം, എൻ്റെ ഉപ്പ ഉണ്ടാവണം, എൻ്റെ ഭാര്യ ഉണ്ടാവണം, ഭാര്യയിലെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഈ ദുനിയാവിൽ ഞങ്ങൾ സന്തോഷിക്കുന്നത് പോലെ കൂടിയിരിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിലും എനിക്കിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ചിന്തിക്കാൻ അള്ളാഹു പറഞ്ഞു. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും, അവിടെ നിർത്തിയില്ല അല്ലാഹ്, വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറാ, ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തു സംരക്ഷിക്കണം. അവിടെ ഖൂ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നിങ്ങൾ സംരക്ഷിക്കണം എന്ന കൽപ്പനയാണ്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാരണം എന്താണെന്നറിയോ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തില് അതിന്റെ വിറക് എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, അതികഠിനന്മാരായ മലക്കുകൾ അതിന് കാവൽ നിൽക്കുന്നുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അതവർ ചെയ്യും. അല്ലാഹ് എന്താണോ പറഞ്ഞത് അതിനോല് നിഷേധിക്കുകയും ചെയ്യൂല. എന്തും അല്ലാഹ് പറഞ്ഞാണ് ചെയ്യും. അങ്ങനെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നീ പ്രവേശിപ്പിക്കപ്പെടുന്നതിനെയും നിന്റെ കുടുംബം പ്രവേശിപ്പിക്കപ്പെടുന്നതിനെയും നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഖൂ അഹ്ലീകും, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, അല്ലെ? ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലിമൂഹും വ അദ്ദിബൂഹും, അവരെ ദീന് പഠിപ്പിക്കുക, എന്നിട്ട് ഏറ്റവും അദബുള്ളവരായി നീ അവരെ വളർത്തുകയും ചെയ്യുക. ഇത് നിർബന്ധമായ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ കുറച്ച് ചെറിയ ചരിത്രങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രവാചകനാകുന്നതിന് മുമ്പ് ഇണയായി സ്വീകരിച്ച ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവർ വളരെ ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീയായിരുന്നു. അവർ വളരെ പണക്കാരിയായിരുന്നു. ഹദീസിലെ പ്രയോഗം അനുസരിച്ച് അവർക്ക് പ്രവാചകനേക്കാൾ പ്രായമുണ്ടായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മഹദിയായിരുന്നു ഖദീജ ബീവി. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചപ്പോൾ ആ മഹദിയിലുണ്ടായ മാറ്റം തൻ്റെ പ്രിയതമനെ ഏറെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഉതകുന്ന രീതിയിൽ പ്രവാചകൻ അവരുടെ കൂടെ ജീവിച്ചു എന്നാണ്. കേൾക്കണോ? പ്രവാചകൻ ഒരു 39 വയസ്സ് കഴിഞ്ഞ് 40ലേക്ക് ഇങ്ങനെ പ്രവേശിച്ച സമയത്ത് ഒരു വിരക്തി ഉണ്ടായി. നമ്മളൊക്കെ അറിയണ സംഗതിയാണ്. പ്രവാചകന് വല്ലാത്തൊരു വിരക്തി അനുഭവപ്പെട്ടു. അപ്പോൾ ഖദീജയോടാണ് റസൂലുള്ളാഹി ഡിസ്കസ് ചെയ്യണത്. ഖദീജ, അങ്ങനെ ഒരു വിഷയം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒന്നും അവർ പ്രതിവചിച്ചില്ല, അവർക്ക് മറുപടിയില്ല. അപ്പോൾ അവർ റസൂലിൽ തന്നെ പറയാണ്, ഞാൻ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, ഒഴിഞ്ഞു പോകാൻ. അതിനും അവർ എതിര് നിന്നില്ല. അവർ ചോദിച്ചത് എവിടെയാണ് നിങ്ങൾ പോകുന്നത് എന്നാണ്. ആ പോണ സ്ഥലം റസൂലുള്ളാഹി അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അവരുടെ വീട്ടിൽ നിന്ന് വളരെ ദൂരെ കാണുന്ന ഒരു മലമുകളിലെ ഹിറാ ഗുഹയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരിക്കുന്നത്. അറിയോ, അള്ളാഹിൻ്റെ റസൂലിന് ഭക്ഷണപ്പൊതി തയ്യാറാക്കി 3 ദിവസത്തിന് തയ്യാറാക്കി കൊടുത്തിട്ട് റസൂലുള്ളാഹിനെ പറഞ്ഞേക്കാം. ഖദീജ ബീവി പറയാം, റസൂലുള്ളാഹിനെ കാണാൻ പൂതിയാവും. അപ്പോൾ പിന്നെയും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ മലമുകളിലേക്ക്, ഹിറാ ഗുഹ കയറിയിൽ കുറേ ആൾക്കാർ ഇതിലില്ലേ, 3 ദിവസം കൂടുമ്പോൾ ഖദീജ ബീവി ഒറ്റക്ക് ഒരു ഒതുക്കുമില്ലാത്ത ആ മലയിൽ കയറി റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചിരുന്നു. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ വിശ്വസിക്കുന്ന ആ വെളിച്ചത്തെ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ്. എന്നും വൈകുന്നേരം ഈ നാട്ടിൽ നടക്കുന്നതൊന്നും ശരിയല്ല എന്ന് ഖദീജ ബീവിയോട് സംസാരിക്കുമായിരുന്നു. ഒരു പരിഹാരത്തെക്കുറിച്ച് പ്രവാചകൻ ഭാര്യയോട് സംസാരിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് ഖദീജ ബീവി തൊട്ടുണർത്തിയൊരു രംഗമുണ്ട്. ഏതാ രംഗം എന്നറിയോ? നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുമ്പോൾ നബിൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവണം, നമ്മളെ ഭാര്യ, നമ്മുടെ ഭർത്താവ് ഒരു ആശ്വാസമായിട്ട് ഇങ്ങനെ മാറണം. ഹിറാ ഗുഹയിൽ പോയി ധ്യാനത്തിലിരുന്നു പ്രവാചകൻ, അല്ലേ? വഹയ് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ പേടിച്ചു പോയി. ഒന്നും അറിയില്ല ഖദീജ ബീവിക്ക്. വീട്ടിലേക്ക് വരുന്ന രംഗം, ജമ്മിലൂനിയ ഖദീജ, ഖദീജ ഒരു പുതപ്പെടുക്ക്, ഇതിനൊന്ന് മൂടി പുതക്ക്, അടുത്തിരിക്കുന്ന പറയണേ. ഖദീജ ബീവി കുറ്റപ്പെടുത്തിയില്ല. എന്താ മനുഷ്യ, ഇല്ല, അള്ളാഹിന്റെ റസൂലിന് ലക്ഷ്യമുണ്ടെന്ന് അവർക്കറിയായിരുന്നു. അങ്ങനെ പേടിച്ചു പറക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറയാ, ഞാനൊരു മലക്കിനെ കണ്ടു, എന്നോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് പറയുമ്പോ ഖദീജ ബീവി ആശ്വസിപ്പിക്കുക, കല്ല, നിങ്ങൾ ആരും ഉപേക്ഷിക്കൂല, വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹ് നിങ്ങളെ കൈവിടൂല. കാരണം എന്താ അറിയോ? ഞാൻ കണ്ട നിങ്ങളാരാ? കുടുംബ ബന്ധം ചേർക്കുന്നവരാ, നല്ല വർത്തമാനം പറയുന്ന ആളാണ്, അതുപോലെ തന്നെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്, അതിഥികളെ ആദരിക്കുന്ന നല്ലൊരു മനുഷ്യനങ്ങളെ, നിങ്ങൾ ഒരിക്കലും അല്ലാഹ് കൈവിടൂല. നോക്കി നിങ്ങളെ, അങ്ങനെ ഒരു ആശ്വാസം പറഞ്ഞ് ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിച്ച ഒരു ഭാര്യ ആ വീട്ടിലുണ്ടായി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ നിഅമത്ത. ഒരു ദിവസം ആയിഷ ബീവിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഖദീജ ബീവിയുടെ ഒരു സഹോദരി ഹാദി, അവരിങ്ങനെ കടന്നു വരിക. ഉടനെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പിന്നെ അവരെ സ്വീകരിക്കുക. അപ്പോൾ ആയിഷ ബീവിക്ക് ഒരു ചെറിയൊരു അസ്വസ്ഥത. ആ കവിളിൽ ചുവപ്പുള്ള കിളവിമാര കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയെക്കുറിച്ച്, ഖദീജ ബീവിനെ കുറിച്ചൊന്നും നിങ്ങളെ മോശമാക്കി പറഞ്ഞു. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലൊരു വർത്തമാനം പറഞ്ഞു. ആര്? ആയിഷ ബീവി. അള്ളാഹിൻ്റെ റസൂല് പറയാം, ഇല്ലട്ടോ ആയിഷ,
എനിക്ക് അത്ര നല്ല പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന്. എന്തേ സഹോദരങ്ങളെ, ജീവിതത്തിൽ താങ്ങും തണലുമായി ജീവിക്കുക എന്നുള്ളത് സ്വർഗത്തിലൊപ്പം പോകാൻ ആവശ്യം. വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്ത സാഹചര്യമായിരിക്കും. പക്ഷേ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അത് എൻ്റെ എന്ന് ചേർത്ത് പറയും. ഈ ദുനിയാവിലെ ആകളൊരു സ്വത്ത എൻ്റെ. അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു, ഭാര്യമാർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ സ്വർഗത്തിലും ഇരിക്കാൻ, ഈ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വീട്ടിൽ നമ്മൾ മുസ്ലിം ആകണം, മുഅ്മിനാകണം, മുത്തഖിയാകണം, മുഹ്സിനാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. പ്രവാചകന്റെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് ആയിഷ ബീവി ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായി മാറിയത്. 1200 പരം ഹദീസുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നത് ആയിഷ ഉമ്മയാണ്. എന്തേ അവർക്ക് ആ ഗുണമുണ്ടായത്? വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു എന്നതാണ്. ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായത്. തൻ്റെ കൂടെ ജീവിച്ച ആളാണ് ഫാത്തിമ ബീവി, അള്ളാഹിന്റെ റസൂലിന്റെ പുന്നാര മകൾ. തഖ്വയിലും സൂക്ഷ്മതയിലും ഏറെ മുൻപന്തിയിലായിരുന്നു ഫാത്തിമ ബീവി. ഒരിക്കൽ മരണാസന്നനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരടുത്ത് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞോടുകൂടി ഫാത്തിമ ബീവി കരഞ്ഞു. അപ്പോൾ ആയിഷ ബീവി അപ്പുറത്തിരിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, എന്തിനാ മോളെ ഇജ്ജ് കരയണത് എന്ന് ചോദിച്ചു. ഇല്ല, വാപ്പ പെട്ടെന്ന് മരിക്കും എന്നാണ്, വാപ്പ ഉടനെ മരിക്കും എന്ന് പറഞ്ഞു. ആ സങ്കടം കൊണ്ട് കരഞ്ഞു പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേനിച്ച് ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്ന പ്രവാചകൻ നോക്കുമ്പോൾ ഫാത്തിമ ബീവിയോട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോടുകൂടി ഫാത്തിമ ബീവി ചിരിക്കുക. ഉടനെ ആയിഷ ബീവി ആകാംക്ഷയോട് കൂടി ചോദിച്ചു, എന്തിനാ ഫാത്തിമ ജി ചിരിക്കണേ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഇപ്പം മരിച്ചാലും ഏറ്റവും ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുക നീയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ ഹസനും ഹുസൈനും ഭർത്താവും ഒക്കെ ഉണ്ട്. പക്ഷേ പിതാവ് മരിച്ചിട്ട് ആ പിതാവിന്റെ മരണത്തോടെ എനിക്കും മരിക്കാൻ അല്ലാഹ് അടുത്ത് സമയം വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ സന്തോഷിക്കാൻ. കാരണം ആ പിതാവ് ആ മക്കളെ അത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന മക്കളുണ്ടോ? അങ്ങനെ സ്നേഹിക്കപ്പെടാൻ മാത്രം നമ്മൾ പിതാക്കളായിട്ടുണ്ടോ? അവിടെയാണ് സ്വർഗം. ആ സ്വർഗ വഴിയിലേക്കുള്ള യാത്ര. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, വയുത്ഇമൂന അത്ആമ അലാ ഹബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. നിങ്ങൾക്ക് ഭക്ഷണത്തോട് പെരുത്ത ഇഷ്ടമുണ്ടായിക്കൊണ്ട് തന്നെ നിങ്ങൾ സാധുക്കൾക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കണം. ഈ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹുവിനും ഒന്നും ദാരിദ്ര്യമായിരുന്നു. പക്ഷെ അവർ ഒരു ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കി. ഈ ആയത്ത് ഓതിയോടുകൂടി ആ നാട്ടിലുള്ള യത്തീമിനെയും മിസ്കീനിനെയും തടവുകാരെ അന്വേഷിച്ചു പോയിട്ട് ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു മരുമകനെ വളർത്താൻ, അങ്ങനെ ഒരു മകളെ വളർത്താൻ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം. അതാണ് കുടുംബത്തോടൊപ്പം സ്വർഗത്തേക്ക് എന്ന് പറഞ്ഞാലേ, നമ്മളെ ഇബാദത്തിന്റെ ബലം കൊണ്ട് ഭാര്യ മക്കളും സ്വർഗത്തേക്ക് വരൂല. നമ്മളെ സ്വതക്കയുടെ ബലം കൊണ്ട് 50 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യയെ സ്വർഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. ഇത് നബിയുടെ കാര്യമാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രഭാതത്തിലും പ്രദോഷത്തിലുള്ള അദ്കാറുകൾ ഞാൻ പഠിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ്. എൻ്റെ വാപ്പ ചൊല്ലണ കേട്ടിട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ അദ്കാറുകൾ പഠിച്ചത്. നമുക്ക് പറ്റുമോ? നമ്മളിൽ നിന്ന് എത്ര സൽഗുണങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, പിതാവിനെ അറിയുന്ന ഒരു മകളുണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ ഇമാമ നിശ്ചയിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞപ്പോൾ, അബൂബക്കറെ താങ്കൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറയാ, എൻ്റെ വാപ്പാനെ നിർത്തല്ലേ,
എന്തേ? എൻ്റെ വാപ്പ ഒരായത്തോതിയാൽ കരഞ്ഞു പോകും കേട്ടോ. വാപ്പയുടെ ജീവിതത്തെ നേർക്ക് നേരെ കണ്ടാസ്വദിച്ച, അതാണ് എൻ്റെ ഉപ്പയെന്നും അതുപോലെ ആകണമെന്നും ആഗ്രഹിച്ച മകളായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരു ഉപ്പയാകാൻ, മകളാകാൻ നമുക്ക് പറ്റിയോ? ഇത് ചോദ്യം കേട്ടോ, എന്നോടാ ഞാൻ ചോദിക്കണേ, എൻ്റെ കുടുംബത്തെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ചോദിക്കണേ. അല്ലേ? നോക്കൂ നിങ്ങൾ, മിമ്പറിൽ കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടരുത് എന്ന് സദസ്സിൽ ഒരാൾ പറഞ്ഞു. ഞങ്ങൾ അസ്സമഉ വത്താഅ, എന്നെ കേൾക്കൂ, എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞു. ഇല്ല, കേൾക്കൂല, അനുസരിക്കൂല. എന്തേ ഈ കുപ്പായം ഇത്ര വലുതായതെന്നാ ചോദ്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിനയാന്വിതനായി ഒന്നാമത്തെ സഫിൽ തൻ്റെ മകൻ ഇരിക്കുന്നുണ്ട്. അബ്ദുള്ള ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന. അബ്ദുള്ള എഴുന്നേറ്റു. സ്വന്തം പിതാവിനെ അറിയുന്ന ആ മകൻ എഴുന്നേറ്റ് പറയാ, എൻ്റെ കുപ്പായത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ കഷ്ണം എൻ്റെ ഉപ്പാക്ക് കൊടുത്തിട്ടാണ് വലിയൊരു കുപ്പായൻ്റെ വാപ്പടിച്ചത്. അല്ലേ? അങ്ങനെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന മക്കളെ സൃഷ്ടിച്ചെടുക്കാൻ ദീനുകൊണ്ട് നമുക്ക് പറ്റിയോ? അങ്ങനെ മകനെ ചൂണ്ടി എൻ്റെ ഇസ്ലാമിൻ്റെ തെളിവ് പറയാൻ ഒരു പിതാവെന്ന നിലക്ക് നമുക്ക് സാധ്യമായോ? വല്ലാത്ത ചോദ്യ സഹോദരങ്ങളെ. അല്ലേ? ഹസ്സനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മക്കളാ. അവർ കർബലയിൽ ഷഹീദാകുന്നുണ്ട്. ദീനിൻ്റെ മാർഗത്തിൽ മക്കളെ കൂട്ടിപ്പിടിച്ച് സഞ്ചരിച്ച് അവരും ഈ വഴിയിൽ എൻ്റെ കാലിൽ ഇടറിപ്പോയപ്പോൾ, എൻ്റെ മനസ്സൊന്ന് തളർന്നു പോയപ്പോൾ, ഞാൻ രോഗിയായപ്പോൾ, എനിക്ക് ഊരവേദന വന്നപ്പോൾ, എഴുന്നേൽക്കാൻ ഒരു വടിയുടെ സഹായം വേണ്ടി വന്നപ്പോൾ, ഇല്ല, ഞാൻ തൊടുത്തുവിട്ട എൻ്റെ മക്കൾ അതാ എനിക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നിൽ നടക്കുന്നു എന്ന് പറയാൻ, മക്കളെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായോ? സഹോദരങ്ങളെ, കുടുംബത്തെ കൂടെ കൂട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇത്ര ഗൗരവത്തിൽ ഈ വിഷയത്തെ പരിഗണിച്ചത്? എന്തുകൊണ്ട് പരിഗണിച്ചു? അള്ളാന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്താണ്? ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വുൻ ലക്കും. തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ശത്രുവായി നാളെ പരലോകത്ത് നിങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ നിങ്ങളുടെ ഭാര്യ വരും, നിങ്ങളുടെ മക്കൾ വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാപ്പാനെ ഉമ്മാനെ സാക്ഷി നിർത്തി മക്കൾ പറയും, അവരെ ഞങ്ങളുടെ കാൽ കീഴിലേക്കാക്കിക്കൊണ്ട് ഞങ്ങൾ ചവിട്ടി താഴ്ത്തട്ടെ എന്ന് പറയുമെന്ന്. എന്തേ ഇത്ര ഗൗരവം? ഈ പേടി അവർക്കുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ ഈ ദിനരാത്രങ്ങൾ കഴിച്ച് കൂട്ടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഇസ്ലാമികവൽക്കരണം നടത്തിയെങ്കിലേ നമ്മൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു പരിധിവരെ വിജയിച്ചവരാണ്. നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് വിജയിക്കാൻ സാധിക്കണം. ഈ റമളാനിന്റെ ദിനരാത്രങ്ങൾ അതിനു വേണ്ടി ഉള്ളതായിരിക്കണം. അല്ലേ? ഒരു മകളെ കൗൺസിൽ ചെയ്തപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്നെന്താണെന്നറിയോ? എന്തിനാണ് നീ ഇങ്ങനെ ആൺ സുഹൃത്തുക്കളുടെ പിന്നാലെ പോകുന്നത്, അവരെ ബൈക്കിൽ കയറി പോകുന്നത്, അവരോട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്, അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാ? നിനക്ക് എൻ്റെ പെൺസുഹൃത്തുക്കളൊക്കെ പോരെ ക്യാമ്പസിൽ എന്ന് ചോദിച്ചപ്പോൾ, എന്താ എനിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ? എൻ്റെ ഉമ്മാക്കുണ്ടല്ലോ എന്നാണ്. എൻ്റെ ഉമ്മാക്കുണ്ടല്ലോ. ഈ ചോദ്യത്തിന് ആരാ ഉത്തരം പറയേണ്ടത്? ആ മാതാവാണ്. അല്ലേ? കഞ്ചാവ് കേസിൽ കൊണ്ടുവന്നതിനെ പിടിച്ചുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി ഉറക്ക സംസാരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് 13 വയസ്സുകാരൻ പറയാൻ, ധാരണക്ക് തന്നെ വാപ്പ. ഈ കുട്ടി നശിച്ചതിന്, ഈ കുട്ടിയുടെ ജീവിതം തകർന്നു പോയതിന് ആരുത്തരം പറയും? അവിടെയാണ് അള്ള പറയണത്, നിങ്ങളൊക്കെ കൂടെ ജീവിതത്തിൽ കൂടെ അള്ള ചില ബന്ധങ്ങൾ തന്നിട്ടുണ്ട്,
ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് അതുവല്ലക്കും, നിങ്ങൾക്ക് ശത്രുതയായി മാറും. ഇഹലോകത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, നാളെ യൗമുൽ ഖിയാമ അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഇളിഭ്യരായി നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വരും. അവിടെയാണ് മുഅ്മിനായോ മുത്തഖിയായോ മുഹ്സിനായോ എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം ഈ റമളാനിൽ കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അതിന്റെ ഒരു വാതിലാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഇനി എന്തൊക്കെ ചിന്തിക്കണം എന്നതിനെ കുറിച്ചാണ്. ഈ ശത്രുതയിൽ നിന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, നമ്മോടുള്ള ശത്രുത എല്ലാവരും അവസാനിപ്പിക്കാൻ, നമ്മെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു നല്ല കുടുംബനാഥനായി സ്വർഗാവകാശിയായി മാറാൻ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? പിശാചിനെ പേടിക്കണം. നോക്കൂ നിങ്ങൾ, പിശാചിനൊരു വല്ലാത്ത കുതന്ത്രമുണ്ട്. ആ ബന്ധങ്ങൾ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പണി. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ദീർഘമായ ഒരു ഹദീസ് ഉണ്ട്. അതിലുള്ള വാചകം എന്താണെന്നറിയോ? പിശാച് എല്ലാ ദിവസവും അവന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് അവന്റെ എല്ലാ സഹാബിയങ്ങളെയും വിളിക്കും. എല്ലാവരും പിശാചിന്റെ അടുത്തേക്ക്, ഇബ്ലീസിന്റെ അടുത്ത് വരുന്നാൻ. എന്നിട്ട് ഇബ്ലീസ് അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നാൻ. എന്താ പ്രോത്സാഹിപ്പിക്കുക? ജിന്നെന്ത് ചെയ്തു? അപ്പൊ പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്ത്? പിശാചുക്കൾ ഇങ്ങനെ പറയും, ഞാൻ ഓനെ കള്ളുടിപ്പിച്ചു, ഞാൻ ഓനെ വ്യഭിചരിപ്പിച്ചു. ഒന്നും ശൈത്താന് ഇബ്ലീസിന് എന്താവില്ല? സംതൃപ്തിയാവില്ല. ആ ഇബ്ലീസിന്റെ അടുത്തേക്ക് ഒരാൾ വരും, ഒരു ശൈത്താൻ വരും. ആ ശൈത്താൻ പറയും എന്താണ്? ഫയഖൂലു മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വ ബൈന അഹ്ലി. ഞാൻ ഇപ്പോഴും വരുന്നത് കുറച്ച് വേഗം വന്നേ, സദസ്സുക്ക് വേഗം വന്നേ. അവൻ പറയും, ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോ ആ ഭാര്യനെയും ഭർത്താവിനെയും വേർപ്പെടുത്തിയിട്ട് ഓലപ്പോ കുടുംബ കോടതിക്ക് അയച്ചിട്ടപ്പോ ഞാൻ വരുന്നേ. ഓലപ്പോ വരയില് ബെഡ്റൂമിൽ നല്ല അടിയാ, അടുക്കളയിൽ മടാളെടുക്കണോ, ഒരാൾ കൈക്കോട്ടാ, ഭയങ്കര തിരക്ക്. അത് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത്. ഉടനെ ശൈത്താൻ പറയും, നിഅമ അൻത, ഇയ്യാടാ ഉഷാർ. അറിയോ, വേർപ്പെടുത്താൻ പറ്റുന്ന ഒരു ബന്ധമാണ് വിവാഹം. പക്ഷേ ഒരിക്കലും വേർപ്പെടാൻ ആഗ്രഹിക്കാത്തതായിരിക്കണം വിവാഹം. അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പൊ പിശാചിന് ഏറ്റവും ഇഷ്ടം ആളുകളെ തമ്മിൽ തെറ്റിക്കുക എന്നതാണ്. തമ്മിൽ തെറ്റിയാൽ ഒരു പ്രത്യേകത എന്താ? അത് വീടിന്റെ ഉള്ളിലാണ് തെറ്റിയാല് വളരെ ഭേഷായി. എന്തെന്നറിയോ? പിന്നെ അവിടെ പക വരും. അത് ഭാര്യക്ക് ഭർത്താവിനോട് വരും, ഭർത്താവിന് ഭാര്യയോട് വരും. പക വന്നാൽ പിന്നെ അടുത്ത വരവെന്തറിയോ? വിരോധം വരും. അണക്കി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇപ്പം ചോറുന്നുണ്ട്, ഇതെൻ്റെ കോലം, അണക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേനും ഓളെ മനസ്സിലുണ്ടാവും, ഇത്രയും കാലം ഞാൻ സഹിക്കായിരുന്നു, എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ലേ? ഈ കാണിച്ചേരം എവിടെ എത്തിയിട്ടുണ്ട്? പല കൊലപാതകങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇതാണ് മുളപ്പിച്ച് വിട്ടാൽ പിന്നെ ആ വീട്ടിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു നന്മ ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാർ, രക്ഷിതാക്കളെ, ഇതിന് പ്രായം നാളൊന്നുമില്ല കേട്ടോ. പേരക്കുട്ടി അതിലൊന്നും വിചാരിക്കണ്ട, ആ പേരയിലും ഇത് സംഭവിക്കും. നീച്ചിക്കാൻ വെച്ചെങ്കിലും ഭാര്യയും ഭർത്താവും തെറ്റും. അജാതി സ്വഭാവങ്ങൾ പലർത്തുണ്ടാവും അല്ലേ? പല വീട്ടിലും പൂമോത്തമ്മ ഉണ്ടായാലുണ്ട്. എന്താ ഈ പൂമോത്തപ്പ? ഓല് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ട് അസ്വാരസ്യം ഉണ്ടാക്കിയിട്ട് മൂപ്പര് കടത്തം മാറ്റിയതാ എല്ലാരും വരുന്ന പൂമോത്തക്ക്. മൂപ്പരോട് തെറ്റിയിട്ട് നേരെ ഇടായിക്ക കോണിന്റെ ചോട്ടിക്ക് താത്ത പിന്നെ കട്ടിലിട്ട് കണ്ട് മാറിയതാ. അതിന്റെ ചോട്ടില് മരിക്കാൻ കിടക്കണ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ? ഞാൻ എൻ്റെ ഈ ഹാൾ കൂടി എൻ്റെ എന്നോട് ഞാൻ പറയുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചത് ആത്തിഖ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. അറിയുമോ? ആ ആത്തിഖ ബീവി സുബഹിക്ക് പള്ളിക്ക് പോണത് നബിക്ക് ഉമർ ഇബ്നു ഖത്താബിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത്ര സുന്ദരിയായിരുന്നു അവർ. പ്രവാചകൻ മരിക്കുന്ന സമയത്ത് കൂടെ ആയിഷ ബീവി ഉണ്ട്. ഇത് പറഞ്ഞ എന്തിനറിയോ? ഞാൻ നിങ്ങളൊക്കെ തീരുമാനിക്കാം, 95 വയസ്സായാലും 105 വയസ്സായാലും നമ്മളെ വലത്തെ ഭാഗത്തോളുണ്ടാണ്. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് എടുക്കാൻ പറ്റിയാൽ ആ ഒരു സ്നേഹത്തിന് റഹ്മാനായ റബ്ബ്
പിശാചിനെ തൊടാൻ അയച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. ചില ആൾക്കാരുണ്ട് ഇടത്തുക്കും വലത്തുക്കും തിരിഞ്ഞു നടക്കും, അല്ലേ? പതിറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. പുറത്ത് പറയാൻ പോലല്ലോ, പുറത്ത് പറയാൻ പോലല്ല. മക്കള്, പേരമക്കള്, മരുമകൻ വന്നു, അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ആ ദേഷ്യവും വീറും വക്കാണൊക്കെ കാണിക്കാൻ പറ്റിയ ബെഡ്റൂമിലാ. ഒരാൾ ഇടത്തേക്കും ഒരാൾ വലത്തേക്കും. ഉണ്ടോ? എന്ന ശൈത്താൻ അവിടെ ഉണ്ടാക്കിയ കൃഷി ഉണ്ടല്ലോ, നല്ല ഫലം കായ്ച്ചിട്ടുണ്ട്, സ്വർഗത്ത് എത്തൂല. അതുകൊണ്ടേ സഹോദരി സഹോദരന്മാരെ, ഈ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അകറ്റുക എന്നത്, ഓടിച്ചു വിടുക എന്നത് വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നോക്കി നിങ്ങളെ, സ്വർഗം വേണോ എങ്കിൽ ഇണയോട് നന്നായി പെരുമാറണം. ഈ ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കാത്തത്, ഖൈറുക്കും ലി അഹ്ലിഹി. ഈ ഹദീസൻ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ല കുപ്പായം തുണി ഇട്ട് നടക്കണമെന്നല്ല. നിങ്ങളെ നമ്മൾ ബനിയനൊന്നും ഇടാതെ ഒരു കള്ളിത്തുണി എടുത്തിട്ട്, അല്ലേ, നമ്മളാ വീടിന്റെ ചെരുവിലെ കാലൊക്കെ കയറ്റി ഇരിക്കില്ലേ, അപ്പല്ലേ നമ്മളെ അടുത്തേക്ക് ഒരു പെണ്ണ് വരാൻ നമ്മൾ പണ്ട് കൂട്ടിക്കൊണ്ടുവന്ന നമ്മളെ ഭാര്യ. അവളിങ്ങനെ വരണം. പുതിയാപ്പിളിനെ കാണുന്ന അതേ മനസ്സിലെ പണ്ട് 17-ാമത്തെ വയസ്സിലെ അവൾ കയറി വന്നപ്പോൾ അന്ന് കണ്ട മൊഞ്ചോട് കൂടി ഇന്നും മനസ്സിൽ കാണാൻ പറ്റണം. അത്ര സ്നേഹം കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മളെ തൊലി ചുലിഞ്ഞിട്ടുണ്ട്, നമ്മളെ വിരലൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ കൂനിപ്പോയിട്ടുണ്ട്. പക്ഷേ അവളിങ്ങനെ വന്നിങ്ങനെ തൊടുമ്പോൾ ആ പഴയ 17-ൽ നമുക്ക് കിട്ടിയ ആ ആനന്ദം അവിടെ കിട്ടും. ഞാൻ വെറുതെ പറയല്ല. ജീവിതത്തെ ഖൈറുക്കും ലി അഹ്ലിഹി, ഏറ്റവും നന്നായി ഭാര്യയോട് പെരുമാറാൻ കഴിഞ്ഞാൽ, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വഅന ഖൈറുക്കും ലി അഹ്ലി, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറാൻ നിങ്ങളിൽ ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിട്ടുവീഴ്ചയുടെ ഒരു വല്ലാത്ത ലോകമാണ് കുടുംബജീവിതം. അത് എനിക്കൊരു കുടുംബത്തെ അറിയാം. 17 വയസ്സിൽ വിവാഹം കഴിച്ചതാണ് അദ്ദേഹം. അന്നൊക്കെ അങ്ങനെയാണല്ലോ. 13 വയസ്സാണ് ആ ഉമ്മാക്ക് പ്രായം. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് മകന് കൊടുത്ത വസിയത്ത് എന്തെന്നറിയോ? അവൻ 23-ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടുമ്പോ ആ വാപ്പ പറഞ്ഞു കൊടുത്ത വസിയത്ത് എന്താണെന്നറിയോ? മോനെ, ഞാൻ എൻ്റെ ഉമ്മയെ ആദ്യം കണ്ട ദിവസം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? എനിക്ക് ദേഷ്യം വന്ന അണക്ക് ദേഷ്യം വരരുതേ. നാടന്മാരാണല്ലോ. എനിക്ക് ദേഷ്യം വരുമ്പോൾ അണക്കും ദേഷ്യം വരരുതേ, അണക്ക് ദേഷ്യം വരുമ്പോൾ എനിക്കും ദേഷ്യം വരരുത്. വളരെ സിമ്പിളായ ലോജിക്കാണ് പറഞ്ഞത്. പക്ഷേ അതത്ര പ്രാക്ടിക്കലൊന്നുമല്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇത്രയും കാലം ഞാനത് പാലിച്ചത് കൊണ്ടാണ് നമ്മളെ കുടുംബത്തിൽ ഇത്ര നല്ല സന്തോഷമുണ്ടായത് എന്ന് പറഞ്ഞു. വാപ്പ ദേഷ്യപ്പെട്ട് വരുമ്പോ ഉമ്മ മുണ്ടിയിട്ടില്ല. ആ ഉമ്മാക്ക് വാതിൽ തുറന്നു കൊടുക്കാത്ത കുറ്റങ്ങൾ വാപ്പ ചെയ്തു വരുമ്പോ ആ ഉമ്മ ഉള്ളിൽ നിന്ന് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്തിനെന്നറിയോ? ഖൈറുക്കും ലി അഹ്ലി. അത്തരം വീടുകളിൽ നല്ല മക്കൾ ഉണ്ടാകും, അത്തരം വീടുകളിൽ സന്തോഷമുണ്ടാകും. ആ വീടുകൾ എന്നും സ്വർഗമായി മാറും. പരീക്ഷണം ഉണ്ടാവട്ടോ, അതിനർത്ഥം പരീക്ഷണം അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം സഹോദരിമാരെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കയ്യിൽ തരാന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. സഹോദരിമാരോട് നേരിട്ട് റസൂലുള്ള പറഞ്ഞ ഹദീസുകളുണ്ട്. എത്ര തവണയാണ് നമ്മൾ കേട്ടത്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഇബാദത്തിനോട് ചേർത്താണ് കുടുംബജീവിതത്തെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ വിഷയം? ഇബാദത്തിനോട് ചേർത്ത് നോക്കൂ നിങ്ങൾ. ഇദാ സല്ലൈതൽ മർഅത ഖംസഹ, ഒരു പെണ്ണ് 5 നേരം ശരിക്ക് നിസ്കരിച്ചു. വസ്വാമത ശഹ്റഹ, അവൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു റമളാൻ മാസത്തിലെ. വഹഫിളത് ഫർജഹ, വ്യഭിചരിക്കാതിരിക്കുകയും ചെയ്തു. വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു. നോക്കി നിങ്ങൾ, നിസ്കാരം, നോമ്പ്, വ്യഭിചാരം ഇതിനോട് ചേർത്താണ് ഭർത്താവിന്റെ വിഷയം പറഞ്ഞത്. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇവിടെ ഒന്നും കിട്ടൂല, ചിലപ്പോ അത്ര മൊരടനായിരിക്കും, കുട്ടികളെ വാപ്പയല്ലേ എന്നല്ല ഒറ്റ പരിഗണന അങ്ങനെ പോവുക. ഞാൻ നിങ്ങളെ ഭാഗത്തുള്ളത്. അങ്ങനത്തെ ആണുങ്ങളോട് വേറെ പറയണ്ട്, അല്ലേ? 16-ാമത്തെ വയസ്സിൽ വന്ന് കുടുങ്ങിയത് റഹ്മാനെ 50ആയി. ഇനി ഒരു രക്ഷ ഉണ്ടാകും. അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഇവിടുന്ന് കിട്ടുന്നല്ല പറഞ്ഞത്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഖീല ലഹ, അവളോട് മലക്ക് പറയും, ഉദ്ഖുലി അൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കേറിക്കോ, നീ സ്വർഗത്തിലേക്ക് കേറിക്കോ. മിൻ അയ്യിബ് അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗത്തിന്റെ ഏത് വാതിലാണോ
നിനക്കിഷ്ടം, അതിലൂടെ കയറിക്കോ. 8 വാതിലുണ്ടാവും, അതിസുന്ദരമായ വാതിൽ. അപ്പൊ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വർഗം കിട്ടുന്നൊരു ജീവിതത്തെക്കുറിച്ചാണ് കുടുംബജീവിതം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു നിസാഇ ഖൈർ, അള്ളാന്റെ റസൂലെ ഏറ്റവും നല്ല പെണ്ണാരാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഈ ഓളെടുത്തിങ്ങനെ നോക്കിയാൽ 60-ാമത്തെ വയസ്സിലേക്ക് നോക്കണേ. ആ നേരത്തെ പറഞ്ഞത് അതാ നോക്കണത്. പക്ഷേ അനക്ക് വല്ലാത്ത സന്തോഷം തോന്നും. എൻ്റെ ആ മനസ്സിന്റെ ഉള്ളിൽ ആ ഭാര്യ വല്ലാതെ തിളങ്ങി നിൽക്കും. വാ നുത്തിഉഹു ഇദാ അമറ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അപ്പം അങ്ങോട്ട് കേൾക്കും. വേറൊരു മറുപടി ഇല്ല. ഭർത്താവല്ലേ പറഞ്ഞേ, ആ മേശം ഒന്ന് നീച്ചു എടുത്തുകൊണ്ട് കണ്ണെടുക്കാനാണ് പറഞ്ഞത്. അപ്പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബേ കട്ടിലും അങ്ങനെ കാരി കടന്നിട്ട് അടുക്കളയിൽ കിടക്കണേ, ഡേ ആ ഓടി വന്ന് എന്തേ ഞാൻ ലൈറ്റ് ഒന്ന് കെടുത്തിക്കാം. നമുക്കുണ്ടൊരു ദേഷ്യം വരാൻ അല്ലേ? വരരുത്. അദ്ദേഹം എൻ്റെ സ്വർഗമാണെന്ന് തീരുമാനിച്ചാൽ, അതിനർത്ഥം അങ്ങനെ വിളിക്കണം എന്നതിനർത്ഥമല്ല കേട്ടോ. അങ്ങനെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ എന്നാ ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വിളിച്ചാൽ ഞാൻ ഏറ്റവും നല്ല സ്ത്രീ ആകണം, ഈ നാട്ടിലെ ഈ കുടുംബത്തിലെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് ചൊല്ലി വിളിക്കുന്ന ഒരു മുഅ്മിനത്താകണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനെ നമ്മൾ ജീവിക്കണം. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഇന്നി ല അഅരിഫു ഗളബകി വരിളാക്കി. ആയിഷ, അനക്ക് ദേഷ്യം വരുന്നത് എനിക്കറിയാൻ പറ്റും, അനക്ക് എന്നോട് ഇഷ്ടമുള്ളത് എനിക്കറിയാൻ പറ്റും എന്നാണ്. ആയിഷ ബീവി ചിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുടുംബത്തെ സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് കുടുംബത്തോടൊപ്പം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക. ശരി, ഈ നിസ്കാരത്തിൽ ചിട്ടയുള്ള നമ്മൾ, തഹജ്ജുദ് നമസ്കരിക്കുന്ന നമ്മൾ, ദാനം കൊടുക്കുന്ന നമ്മൾ, ശരി, നമ്മുടെ ജീവിതത്തിലേക്ക് ഇണയായി വന്ന ഭാര്യയോട്, ഭർത്താവിനോട് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ നമ്മുടെ വാക്കും ബഹുമാനവും ആദരവും ഇടപെടലും അന്യരോട് ഇണയെക്കുറിച്ച് പറയുമ്പോഴും അന്യരോട് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോഴുമുള്ള എല്ലാ സൂക്ഷ്മതയും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അള്ളാഹു അനുഗ്രഹം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ശരി, ഈ സ്വർഗത്തിലെത്താൻ മരിച്ചു പിരിയാനല്ല, മരിച്ചിട്ട് ഒന്നാകാൻ നമുക്ക് സാധിക്കണം. അതിൽ ഒന്നാമത്തെ ബന്ധങ്ങളിൽ ഞാൻ ഏറ്റവും ചേർത്ത് പറഞ്ഞത് ഭാര്യ ഭർത്തൃ ബന്ധമാണ് എങ്കിൽ, സഹോദരങ്ങളെ, ഇതേപോലെ കുടുംബ ബന്ധത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്കല്ലേ? ഇബാദത്തുകൾ അള്ളാഹുവിനോട് അടുക്കല്ലതാണ്. ഇബാദത്തുകൾ സ്വർഗം നിശ്ചയിച്ച വിഷയമാണല്ലോ നമ്മൾ പറയണേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇബാദത്തുകൾ അള്ളാഹുവിനോട് അടുക്കാനുള്ളതാണ്, ഒരു സംശയമല്ല. പക്ഷേ ഞാൻ പറയുന്ന വാചകം ശരിക്ക് കേൾക്കണം. പടപ്പുകളോട് അടുത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടും. പടപ്പുകളോട് അടുത്തവരെ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, മുറിച്ചു മാറ്റുക എന്നാണ് അള്ളാഹു കുടുംബ ബന്ധം തെറ്റിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. മുറിച്ചു മാറ്റുക, ആരെങ്കിലും മുറിച്ചു മാറ്റിയാൽ അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്, കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. തഖൂലു മൻ വസലനി വസലഹുല്ലാഹ്, അല്ലാഹ് പറയണേ, മൻ വസലനി, ആ കുടുംബ ബന്ധം പറയുന്നു ആരാണ് ആ കുടുംബ ബന്ധം ചേർത്തത്? വസലഹുല്ലാഹ്, അവൻ അള്ളാഹുമായുള്ള ബന്ധം ചേർത്തിരിക്കുന്നു. വമൻ ഖതഅനി, ആരാണോ കുടുംബം മുറിച്ചു കളഞ്ഞത്, ഖതഅഹുല്ലാഹ്, അവനും അള്ളയും തമ്മിലുള്ള കണക്ഷൻ, കേബിൾ കണക്ഷൻ, ആ വഴി മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന്. ഈ ഹദീസൊക്കെ കേട്ടപ്പോ സഹാബത്തിന് വല്ലാത്ത ബേജാറായി. ഒരു സഹാബി പറയുന്നുണ്ട് റസൂലുള്ളാഹിനോട് മറ്റൊരു സന്ദർഭത്തിൽ, റസൂലേ, ഞാൻ എൻ്റെ കുടുംബക്കാരോട് പോയിട്ട് നല്ലോണം നിൽക്കും. ഈ ആദർശത്തിന്റെ പേരിലാണ്. അവരൊക്കെ എന്താണ്? അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. നബി തൗഹീദ് പഠിപ്പിച്ച പോലും പഠിച്ചിട്ടില്ല. എന്നാൽ കുടുംബത്തിൽ നിന്ന് ഈ മനുഷ്യനാണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ അയാൾ ഇതൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്തില്ല? കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞില്ല, അവരോട് ദേഷ്യപ്പെട്ടില്ല, അവരോട് വെറുപ്പ് കാണിച്ചില്ല,
അവരോട് അറുപ്പുണ്ടായില്ല, മടുപ്പുണ്ടായില്ല. പണ്ട് എങ്ങനെയാണോ അതിനേക്കാൾ ഊഷ്മളമായ ബന്ധം. അയാൾ ചെല്ലിനോടുകൂടി പരിഹസിക്കും, സലാം പറയും, മടക്കൂല, കുറ്റപ്പെടുത്തും, ചീത്ത വിളിക്കും, ആട്ടിവിടും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നേരായിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഈ സാധു പിന്നെയും ചെല്ലും. അപ്പൊ അതിനേക്കാൾ എന്നോടല്ല അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് ഇജ് അങ്ങനത്തോനല്ലേ, ഇജ് ഇങ്ങനത്തെ, ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നു. അള്ളാന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞു, ഞാൻ എന്താ കാട്ടു റസൂലേ? അപ്പൊ അള്ളാന്റെ റസൂൽ പറയാ, ഇജ് അതെന്നെ തുടരണം. ഇജ് എന്നെ തുടരണം. ഓലതങ്ങനെ പറയണം, അങ്ങനെ തുടർന്നു, അനക്ക് കൂലി കിട്ടും. ഞാൻ സഹോദരങ്ങളെ, ആശയ ആദർശത്തിന്റെ പേരിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നമുക്കിടയിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ മറ്റു സഹോദരങ്ങൾക്കിടയിലുണ്ടാവാം. പക്ഷേ ഉപ്പി ഉമ്മി ഒത്ത കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അവരെത്ര മുറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും ഞാൻ മുറിക്കൂല എന്ന് തീരുമാനിക്കണം. അതിനർത്ഥം ഓലെങ്ങനെ ആക്ഷേപിക്കണം എന്നല്ല, വളരെ മാന്യമായി അവരുടെ കൂടെ ചേർന്ന് ജീവിക്കാന്ന. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അള്ള പറഞ്ഞു അത് മുറിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷയില്ലാന്ന്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കി നിങ്ങളെ, അള്ളാഹുന്റെ റസൂൽ പറയാ, നീ തൃപ്തിപ്പെടൂലേ എന്നാണ് ചോദിക്കണേ. ആരോട്? കുടുംബ ബന്ധത്തോടെ. നിന്നെ ചേർത്താൽ അള്ളാഹു തൃപ്തിപ്പെടുന്നത് പോലെ ഇജ് തൃപ്തിപ്പെടൂലേ? ആരോടല്ല ചോദിക്കുക? കുടുംബ ബന്ധത്തോട് ചോദിക്കുക. അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സ്വർഗത്തിൽ പോകാൻ ഇബാദത്ത് പോലെ തന്നെ തുല്യമായി കുടുംബ ബന്ധത്തെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അന്ന റജുലൻ, ഒരാൾ വന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അഖ്ബിർനി ബി അമലിൻ യുദ്ഖിൽനി അൽ ജന്ന. റസൂലേ, എനിക്കൊരു അമല് പറഞ്ഞുതരും. എന്താ അമലുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത്? എനിക്ക് നേരെ സ്വർഗത്തേക്കാണ് പോകണം, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമല് പറഞ്ഞുതരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്ഉദുല്ലാഹ ലാ തുശ്രിക് ബിഹി ഷൈഅ. നീ അള്ളാഹനെ ആരാധിക്കുകയാണെങ്കിൽ അവന് യാതൊന്നുകൊണ്ട് ഷിർക്ക് വെക്കരുത്. ഷിർക്കില്ലാതെ നീ ജീവിക്കാം. എന്നിട്ടോ വതുഖീമുസ്സലാ, നീ ശരിക്കും നിസ്കരിക്കുക, നല്ല നിസ്കാരം നിസ്കരിക്കുക. വതുഅത്തി അസ്സകാ, നിന്റെ സ്വത്തുണ്ടോ അതിന് സക്കാത്ത് കൊടുക്കുക. ആ രണ്ട് ഇബാദത്ത് പ്രത്യേകം അവിടെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വതസിലു അർറഹിം, നീ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളെ നീ ചേർത്ത് പിടിക്കുക, അത് മുറിച്ചു കളയരുത്. ഏറ്റവും അടുത്ത കുടുംബ ബന്ധം ഏതാ? വാപ്പയൊത്ത സഹോദരങ്ങൾ, വാപ്പാന്റെ വഴിക്കുള്ള കുടുംബം, ഉമ്മാന്റെ വഴിക്കുള്ള കുടുംബം, താവഴി നമ്മൾ പറയും. അതിൽ ഒരു വിള്ളൽ സഹോദരങ്ങളെ ഉണ്ടാക്കരുത്. ഈ റമദാനെ കുറിച്ച് ആലോചിക്കുന്നത്, 12-13 മണിക്കൂറാണ് നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്. ഇത്ര കാഠിന്യമുണ്ടോ? ഒരു വഴിത്തർക്കത്തിന്റെ പേരിൽ തെറ്റിയ, ഒരു കല്യാണാലോചനയുടെ പേരിൽ തെറ്റിയ, മക്കളുടെ വിഷയത്തിൽ തെറ്റിയ ഒരു ജ്യേഷ്ഠനോട്, അനുജനോട്, മൂത്താപ്പാനോട്, എളാപ്പാനോട്, അല്ല അവരുടെയൊക്കെ മക്കളോട് പതിറ്റാണ്ടുകളായി തെറ്റി നിന്നത് മടക്കാൻ. എന്നിട്ട് നിങ്ങളെയൊക്കെ മയ്യത്ത് പള്ളിക്ക് കൊണ്ടുവന്നിട്ട് പറയണം, ഇവനല്ലേ, അപ്പൊ ബേക്ക് സെഫ് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് ഒരുത്തം തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ നമ്മളെ കഥ? അല്ലേ? കഴിഞ്ഞില്ലേ? ഒന്ന് കണ്ണടച്ച് ചിന്തിക്കും സഹോദരിമാരെ, ആത്മാർത്ഥത പറയണേ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിച്ചിരിക്കുമ്പോൾ തീർക്കാനുണ്ടെങ്കിൽ തീർത്തിട്ടേ പോകാവൂ. അതിലൊരു അഭിമാനക്കേടില്ല. എന്നെക്കാട്ടിലും ചെറുതല്ലേ, ഞാനിപ്പോ ആരാ, ഇന്റെ അത്ര സൗകര്യമോനുണ്ടോ, എനിക്കത്ര നാളും പ്രായം ഒന്നുമില്ല. ഒന്ന് ചെന്ന്, ഒന്ന് കണ്ട്, ഒന്ന് സലാം പറഞ്ഞ്, ഒന്ന് അടുത്തിരുന്നാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവും. മനുഷ്യൻ അള്ളാഹ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇണക്കം കൊടുത്തിട്ടുണ്ട്. കന്നാളമാരല്ല മനുഷ്യൻ. കന്നാള് ചിലപ്പോൾ എത്ര വെള്ളം പുല്ലും കൊടുത്താലും ഇണങ്ങി കൊള്ളുന്നില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, മനസ്സങ്ങോട്ട് കൊടുത്താലുണ്ട് ഇണങ്ങും. ഇഖ്ലാസോട് കൂടി എൻ്റെ അടുത്ത് വന്നത് കാര്യം കാണാനല്ല എന്നാണ് തോന്നിയുണ്ടല്ലോ, അങ്ങനെ പോണ്ടത്. അല്ല ഞമ്മക്കൊരു കാര്യലാഭം ഉണ്ടാകുമ്പോ പിന്നെ തെറ്റ് തീർക്കാൻ പോകരുത്. നമുക്കൊരു കാര്യലാഭമല്ല, ഇത് പരലോകത്തിന്റെ വിഷയമാണ് എന്ന ചിന്തയോട് കൂടി അങ്ങ് തീർത്താൽ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, രാത്രി പകന്തിയോളം നോമ്പനുഷ്ഠിച്ചിട്ട് ഒന്ന് കിടക്കാൻ തോന്നുന്ന സമയത്താ പള്ളിക്കൊക്കെ 11 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ പോണേ. അത്ര പണിയുണ്ടോ സഹോദരങ്ങളെ? വയസ്സായി കിടക്കണ ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി, അനുജന്റെ വീട്ടിൽ തറവാട്ടിൽ കിടക്കണേ, ആ മുഷിഞ്ഞ് മണം വരുന്ന ആ മൂലയിൽ ചെന്ന് ഉമ്മാനൊന്ന് ചേർത്ത് പിടിച്ച് ആ വായിൽ നിന്ന് വന്ന കേലൊന്ന് തുടച്ചു കൊടുത്ത് ആ മുടിയിലൂടെ ഒന്ന് തഴുകി, ഉമ്മാ
ഒന്ന് വിളിച്ചു നോക്ക് സുഹൃത്തുക്കളെ. എത്ര ആളാണെന്നറിയോ ഉമ്മാനെ കാണാൻ പോകാത്ത ആൾക്കാർ? മരിച്ചിട്ടേ പോകുള്ളൂ. മരിച്ചിട്ടും പോകണ്ട നിങ്ങൾ ആരും. അങ്ങനെ ആരെങ്കിലും തീരുമാനം പോണ്ട, ആ ഉമ്മാന്റെ അടുത്തേക്ക് പോണ്ട. കാരണം എന്താ അറിയോ, നരകത്തേക്ക് പോണം. നീ എന്തിനാടോ പിന്നെ ഉമ്മാന്റെ അടുത്തേക്ക് പോണേ? അറിയോ, അത്ര ഗൗരവമുണ്ട് വിഷയം. സ്വർഗം കിട്ടൂല. ചിലപ്പോ പിച്ചും പേയും പറയുന്നുണ്ടാവും, കണ്ട ആട്ടും നമ്മളെ ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ കൈയൊന്ന് പിടിച്ച് ഉമ്മ എന്ന് പറയാൻ, ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടില്ലേ, ഒരു വാക്ക് പുറത്തിറങ്ങണം കേട്ടില്ലേ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവിടെയാണ് അള്ളാഹ് പറയണത്, സ്വർഗത്ത് പോണോ, ഈ വഴി നീ സ്വീകരിച്ചേ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നോക്കിങ്ങളെ, അള്ളാഹിന്റെ റസൂലിനോട് സഹാബി ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ള അമൽ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, ഈ നേരത്തിന് നിസ്കരിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ. എന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് വീണ്ടും സഹാബി ചോദിച്ചു, ഖുൽതു സുമ്മ ഐ, റസൂൽ അത് ശരി, അതെനിക്കുണ്ട്, നിസ്കാരമൊക്കെ ഭയങ്കര ചിട്ടൻ, പിന്നെ ഏതാണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, ഉപ്പാക്കും ഉമ്മാക്കും പുണ്യം ചെയ്യാം, ഉപ്പാനും ഉമ്മാനും നോക്കുക, അതന്നെ, അതാണ് അനക്ക് നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യാല ഇബാദത്ത് എന്ന് അള്ളാഹിന്റെ റസൂൽ പറയാം. മരിച്ചു പോയില്ലേ അല്ലേ, നമ്മളൊക്കെ കുറെ കനപ്പെട്ട വാക്കുകൾ ഏറ്റി സാധു നെടുനിശ്വാസം വിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? എല്ലാ ദിവസവും ഞമ്മക്ക് പ്രാർത്ഥിക്കണില്ലേറെ അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതേ പരിഹാരമുള്ളൂ. ഈ നന്മ ചെയ്യുമ്പോൾ പടച്ചോനെ, അറിവില്ലായ്മയുടെ പല പൊട്ടത്തരവും അബദ്ധം പറ്റിയിട്ടുണ്ട്, ഉമ്മാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ, വാപ്പാനോട് ഇങ്ങനെ മോശമായി പെരുമാറി, പുറത്തു കൊണ്ട് റഹ്മാനെ, ഞാൻ ഈ ചെയ്യുന്ന നന്മകളുടെ ഒക്കെ പ്രതിഫലം കൊടുത്തിട്ടാണെങ്കിലും ആ തെറ്റ് നിന്നെ കാക്കണേ റഹ്മാനെ, പ്രാർത്ഥിക്കുക. അതേ പരിഹാര മാർഗമുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചൊരു വിഷയം പറഞ്ഞെടുത്ത് മാതാപിതാക്കളുടെ കോപ, റിള റബ്ബി ഫി റിളൽ വാലിദൈൻ, അള്ളാഹിന്റെ തൃപ്തി എന്ന് പറയുന്നത് ഉപ്പിമ്മ നമ്മളെ തൃപ്തിപ്പെടുമ്പോഴുള്ളൂ. താടി ഉണ്ടായതിനെ കൊണ്ടോ വിഷ്ടത്തിന്റെ പ്രവർത്തകനായത് കൊണ്ടോ പള്ളിയിലെ അടിച്ചു വാരിന്റെ വൃത്തിയാക്കി ഒന്നും കാര്യമില്ല. അതൊക്കെ അള്ളാണ് പരിഗണിക്കണമെങ്കിൽ വീട്ടിലിരിക്കണ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചങ്ങനെ വരണം. എൻ്റെ മോള് അച്ഛനെ എന്ന് പറയുന്ന ഒരു ഉമ്മ നമുക്കുണ്ടാവണം, ഒരു ഉപ്പുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹിന്റെ കോപം കിട്ടുന്ന ഈ പണിയിൽ നിന്ന് നമ്മൾ പോകണം. നോക്കിങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താ പറയണ അറിയോ, സ്വർഗത്തില് എന്നെ കൊണ്ടുപോയി നാ. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ കേൾക്കണം, നല്ലൊരു ഖിറാഅത്ത്. അപ്പോ മലക്കുകളോട് റസൂൽ ചോദിച്ചു, ആരെ ഖിറാഅത്താണിത്? ഉടനെ പറഞ്ഞു, ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്താണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, എന്താണ് റസൂൽ? കദാകുമുൽ ബിർറ്, അതെ, അതാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തല്ല കൂലി, അതാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തല്ല കൂലി. നോക്കിങ്ങളെ, സ്വർഗത്തിൽ ഖുർആൻ പാരായണം കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കും, എവിടെയെങ്കിലൊക്കെ വിള്ളലുണ്ടായ അകന്നു പോയ വല്ല ബന്ധം ഉണ്ടെങ്കിൽ ഒന്ന് യാത്ര പോവുക, ഒന്ന് കാണുക, സംസാരിക്കുക. കാരണം എന്താ അറിയോ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എപ്പോൾ മടങ്ങും ഭൂമിക്കകത്തേക്ക് എന്നറിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ, പിന്നെ ബന്ധം മുറിച്ച ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇബാദത്ത് കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹ് ദുനിയാവിൽ പറഞ്ഞ ഈ ബന്ധങ്ങളും ഏറ്റവും മർമ്മപ്രധാനമാണ്. ഏതുപോലെ? ഇബാദത്ത് പോലെ. കാരണം ഇബാദത്ത് സ്വീകരിക്കാൻ ഇത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം. ഈ ദുനിയാവിലെ നമ്മളെ ജീവിതത്തിലെ ചില സ്വപ്നങ്ങൾ ഞാൻ പറയാം. ഈ ഇരിക്കണ എനിക്കുങ്ങൾക്കൊക്കെ ഉണ്ട്. എന്താണ്? ആരോഗ്യത്തോടു കൂടി ആയുസ് കിട്ടണം, അല്ലേ? ആഗ്രഹമുണ്ട്. പടച്ചോനെ, 50 60 ഞാൻ വാർദ്ധക്യത്തിലേക്ക് പോകാൻ, എനിക്ക് നല്ല ആരോഗ്യമുള്ള ആയുസ് കിട്ടണേ എന്ന് നമ്മൾ പറയും, അല്ലേ? പിന്നെ ഉപജീവനം മുടങ്ങിപ്പോണത് പേടിയാണ്. കച്ചവടം ചെയ്യാനുള്ള ആയുസ് കുറഞ്ഞു, കൃഷി ചെയ്യാൻ ആയുസ് കുറഞ്ഞു, പടച്ചോനെ ഇതൊക്കെ മുടങ്ങിപ്പോകുമെന്നില്ല പേടിയാണ്, അല്ലേ? അതേപോലെ റോട്ടിൽ ചതഞ്ഞറിഞ്ഞ് ഒരു പ്രയാസപ്പെടുന്നൊരു മരണം അതുണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഈ സ്വപ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നീ ഹദീസ് മാത്രം ഞാൻ പറയാം. മൻ സറഹു, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അള്ളാഹിന്റെ റസൂൽ പറയാം, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഈ വിഷയം?
നിങ്ങളുടെ ആയുസ് വർദ്ധിച്ചു കിട്ടണമെന്നും വയൂസഉ ലഹു ഫി റിസ്ഖിഹി, അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും വയുദ്ഫഅ അൻഹു മീതത്തു സൂഅ്, ഒരു മോശപ്പെട്ട മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യത്തഖില്ലാ, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കട്ടെ, വൽയസ്ൽ റഹ്മഹു, അവനുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും നന്നാക്കുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് ഈ ബന്ധങ്ങളൊക്കെ മാനിച്ച് മുന്നോട്ട് പോയാലേ സാധിക്കുള്ളൂ. അയൽവാസികളുണ്ട്, മറ്റു സഹോദരങ്ങളുണ്ട്, എല്ലാം നമുക്ക് സ്വർഗമാണ്, സ്വർഗ വഴിയിലുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 5 നേരത്തെ നമസ്കാരം അത് ചിട്ടയാകുമ്പോഴേ നമ്മുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൊണ്ട് എന്ത് ചെയ്യണം, നീ കുടുംബത്തെ കൽപ്പന നടത്തണം, കുടുംബത്തോട് കൽപ്പിക്കണം. മാത്രമല്ല വസ്തബിർ അലൈഹ, ആ നിസ്കാരം അവർക്ക് ക്ഷമയോടുകൂടി അവരോട് കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും പുതുമണവാളനും മണവാട്ടിയുമായി റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ വിരുന്നു വന്നു. അന്ന് തഹജ്ജുദിന് പ്രവാചകൻ എഴുന്നേറ്റ സമയം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് ചെന്നിട്ട് പറയാം, റസൂലേ, ഫാത്തിമ ബീവിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് വിളിക്കുക. എന്നിട്ട് ഫാത്തിമ, അലി, ഹൽ സ്വല്ലൈതുമാ, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മക്കളുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ച് മരിക്കോളം ശ്രദ്ധിക്കുക. ഓന് 30 വയസ്സായില്ലേ, ഓന് 40 വയസ്സായില്ലേ, ഓന് പേരക്കുട്ടികളില്ലേ, അല്ല, മോനെ നിസ്കരിച്ചോ, നിസ്കരിക്കാൻ പോകല്ലേ, ഈ എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കല്, എപ്പോഴാണ് ഖുർആൻ ഓതൽ, ഇങ്ങനെ ദീനിൻ്റെ ഒരു നനവുള്ള മനസ്സുണ്ടാവുകയും ദീനിൻ്റെ അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആ വീട്ടിൽ നാം ആരെയൊക്കെ സംരക്ഷിച്ചുവോ അവരോടൊപ്പം നമുക്കും ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ പറ്റും. നമ്മൾ പള്ളികളിൽ മാത്രം പോയാൽ പോരാ, വീടുകൾ പള്ളികളെപ്പോലെ സംരക്ഷിച്ച് ആ പള്ളികളിൽ നിന്നും നമ്മുടെ മയ്യത്തെടുക്കുമ്പോൾ, അതിലും വലിയ മഹല്ല് പള്ളിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ ചേർന്ന് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുമ്പോൾ അല്ല പുറത്ത് സന്തോഷത്തോടു കൂടി വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുമാറ് നമ്മെ പരിഗണിക്കുന്നിടത്തേക്ക് ഈ ജീവിതം കൊണ്ട് എത്തണം. 60, 70 അല്ലേ ആയുസുള്ളൂ. അതിൽ സൂക്ഷ്മതയുണ്ടെങ്കിൽ, അതിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്ന അതിമഹത്തായ സമ്മാനമാണ് സ്വർഗം. ഈ റമദാനിൽ നാം ഒന്ന് കണ്ണടച്ച് ചിന്തിക്കൂ, കേവലം ഒരു മുസ്ലിമാണോ ഞാൻ, മുഅ്മിനായി, മുത്തഖിയായി, മുഹ്സിനായി അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അടിമയായിട്ടുണ്ടോ എന്ന് മനസ്സറിഞ്ഞ് പരിശോധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആർത്തുല്ലസിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. ക്ഷമിക്കുവാനുള്ള മാനസിക കരുത്ത് നൽകുമാറാവട്ടെ. അത് മുഖേന അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ഭാര്യസന്താനങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്ന, സമയം ചെലവഴിക്കുന്ന, ആരോഗ്യം ചെലവഴിക്കുന്ന എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഇഹത്തിലും പരത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.